നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയെന്ന് രമേശ് ചെന്നിത്തല MLA. കുട്ടനാട് പാക്കേജിലൂടെ കാർഷിക മേഖലയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല. വെള്ളപ്പൊക്കവും കുടിവെള്ളക്ഷാമവും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം. ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. തീർത്ഥാടന കാലം 2 ആഴ്ച പിന്നിടുമ്പോൾ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 12 ലക്ഷത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയെന്ന് രമേശ് ചെന്നിത്തല MLA. ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾക്ക് വരെ നികുതി ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും കുട്ടനാട് പാക്കേജിലൂടെ കാർഷിക മേഖലയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. UDF കുട്ടനാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മങ്കൊമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണം ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുകയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോൾ കേരളത്തിന്റെ പൊതുക്കടം 1.5 ലക്ഷം കോടിയായി. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചപ്പോൾ 1.5 കോടി, 1.5 ലക്ഷം കോടി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയായി ഈ കടം വർദ്ധിപ്പിച്ചത് ചെറിയ കാര്യമാണോ? ഇതാരാണ് ഇത് അടയ്ക്കുന്നത്? ദൂരത്തും അഴിമതി നടത്താൻ വേണ്ടി പണം കടമെടുക്കുന്ന ഇതിന്റെ മുഴുവൻ ബാധ്യതയും കേരള ജനതകൾക്ക് അറിയില്ലാണ്. നേരത്തെ ഇവിടെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ എല്ലാ നികുതി വർദ്ധിപ്പിക്കാം. ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു. ജനങ്ങൾക്ക് സർക്കാരിന് കിട്ടുന്ന സേവനത്തിന് വരെ നികുതി ഏർപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് 10 വർഷത്തിൽ നമ്മൾ കണ്ടത്. കുട്ടനാടിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട കർഷകരുടെ സ്ഥലമാണ്. കുട്ടനാടിലൊരു സംസ്കാരമുണ്ട്, ഒരു ആഭിജാത്യമുണ്ട്. ഇവിടുത്തെ കർഷകർ അധ്വാനിച്ചതാണ്, തൊഴിലാളികൾ അധ്വാനിച്ചതാണ്. അതുകൊണ്ടാണ് കുട്ടനാടിന്റെ കേരളത്തിന്റെ നെല്ലറയാണ് നമ്മൾ പറയുന്നത്. UDF കുട്ടനാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് ചേക്കോടൻ, DCC പ്രസിഡന്റ് ബാബു പ്രസാദ്, മുൻ MLAയും DCC പ്രസിഡന്റുമായ ബാബു പ്രസാദ്, AA ഷുക്കൂർ, B ബൈജു, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ജോസ് കോയിപ്പള്ളി, CV രാജീവ്, മഞ്ജു വിജയകുമാർ, സജി ജോസഫ്, ജോർജ് മാത്യു പഞ്ഞിമരം, ചമ്പക്കുളം UDF ചെയർമാൻ സൈറിഷ് ജോർജ്, കൺവീനർ ജോസഫ് കുഞ്ഞ് എട്ടിൽ, ഹരികുമാർ MS, ഷാജി മുടന്താഞ്ഞലി, BK സേവ്യർ, അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലി, തങ്കച്ചൻ കൂലിപ്പുരയ്ക്കൽ, സന്തോഷ് കുമാർ G, പ്രദീപ് കുമാർ കളമ്പേൽത്തറ, ജസ്റ്റിൻ മാളിയേക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്ഥാനാർത്ഥികളെ രമേശ് ചെന്നിത്തല MLA ഷാളണിയിച്ച് ആദരിച്ചു. നിലവിലെ പഞ്ചായത്ത് മെമ്പർമാരായ മറിയമ്മ ഫിലിപ്പ്, ഉഷ സുഭാഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കുട്ടനാടിനെ സാരമായി ബാധിച്ചിരിക്കുന്ന കുടിവെള്ളക്ഷാമവും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാക്കണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം. കുട്ടനാട്ടിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതിന്റെ പ്രധാന കാരണം രൂക്ഷമായ കുടിവെള്ളക്ഷാമവും അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഈ കുട്ടനാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ ഏതെങ്കിലും സമുദായ കക്ഷികളോ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. എന്താണ് കുട്ടനാടിൻ്റെ സ്ഥിതി? കുട്ടനാട്ടിലെ സാധുക്കളായ ആളുകൾ, ഇവിടുത്തെ കർഷക തൊഴിലാളികൾ
കർഷകർ, അതുപോലെ തന്നെ നാനാവിധത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ വിവിധ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു വലിയ ഭൂപ്രദേശം. ഈ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ചുറ്റിലും വെള്ളമാണ്. എന്നാൽ പലപ്പോഴും കുടിക്കുവാൻ ഒരു തുള്ളി വെള്ളം കുട്ടനാട്ടിൽ ലഭ്യമാകുന്നില്ല. കുട്ടനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിക്കാൻ വെള്ളം ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ കുട്ടനാട് നേരിടുന്ന അതിസങ്കീർണമായൊരു പ്രശ്നമുണ്ട്. അതെന്താണ്? അടിക്കടി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഈ രണ്ട് പ്രശ്നങ്ങൾ കുട്ടനാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് കുട്ടനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂട്ടമായി ആളുകൾ മറ്റു മേഖലകളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളോ ഇവിടുത്തെ സ്ഥാനാർത്ഥികളോ പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രധാനമായും AC കനാൽ സംരക്ഷണ സമിതി ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് വിഷയം: കുട്ടനാടിനെ സാരമായി ബാധിച്ചിരിക്കുന്ന ക്യാൻസർ. ഒന്ന്, കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം. രണ്ട്, അടിക്കടി കുട്ടനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കം. ഇതിനെ ചെറുക്കുവാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തലത്തിൽ സംവിധാനങ്ങൾ ഒരുക്കണം. കുട്ടനാട്ടിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്തതിന്റെ പ്രധാന കാരണം രൂക്ഷമായ കുടിവെള്ളക്ഷാമവും അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അടുത്ത 5 വർഷക്കാലം എന്തു ചെയ്യുമെന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. കുട്ടനാട്ടിലെ പല വാർഡുകളിലും കുടിവെള്ളം കിട്ടാക്കനിയാണ്. AC റോഡിന്റെ തെക്കുഭാഗത്തുള്ള ജനങ്ങളെ വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കുവാൻ AC കനാൽ തുറക്കണം. AC കനാൽ തുറക്കുന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുക്കാതെ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും നൈനാൻ തോമസ് ആവശ്യപ്പെട്ടു. AC കനാൽ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ AK സോമനാഥൻ കരുമാലി അധ്യക്ഷത വഹിച്ച കുടുംബസംഗമവും ശില്പശാലയും സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം ഉദ്ഘാടനം ചെയ്തു. സൈബി അക്കര മുഖ്യപ്രഭാഷണം നടത്തി. അലക്സാണ്ടർ പുത്തൻപുര, ജെയിംസ് കൊച്ചുകുന്നേൽ, സൈനോ തോമസ്, മുട്ടാർ സുരേന്ദ്രൻ, അപ്പച്ചൻകുട്ടി ആശാമ്പറമ്പിൽ, സാബു കോയിപ്പള്ളി, സണ്ണിച്ചൻ കക്കാട്ടുപറമ്പിൽ, ലാലിച്ചൻ തുരുത്തൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. NDA ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗമം പുളിങ്കുന്നിൽ നടന്നു. സംസ്ഥാന കൗൺസിൽ അംഗം D പ്രസന്നകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം ഈ പുളിങ്കുന്ന് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സുശക്തമായ ഒരു പ്രവർത്തനം നമ്മുടെ എല്ലാ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJPക്കോ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നെങ്കിൽ ഇന്ന് അതേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ പുളിങ്കുന്ന് പഞ്ചായത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മുന്നണികൾക്ക് ഒരു നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം അവർ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുകയാണ്. ഈ പുളിങ്കുന്ന് പഞ്ചായത്ത് മാറി മാറി ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിക്കുകയാണ്. പക്ഷെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും നടപ്പിലാക്കാനോ ജനങ്ങൾക്ക് കൊടുത്തുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാനോ ഈ രണ്ട് മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പുളിങ്കുന്നിലെ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്ന ഒരു കാര്യം, അത് പ്രവർത്തിക്കുന്നത് മറ്റൊരു കാര്യം. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ തോളത്ത് കയറി അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇന്ന് ആ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മറന്നുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഒരുപിടി സമ്പന്നരായിട്ടുള്ള ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP പഞ്ചായത്ത് പ്രസിഡന്റ് CN വിനു അധ്യക്ഷത വഹിച്ചു. BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് CL ലജിമോൻ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MR സജീവ്, മണ്ഡലം ജനറൽ സെക്രട്ടറി KP ഷാജി, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ, സ്ഥാനാർത്ഥികളായ KP രാജേശ്വരി,
RP സുരേഷ്, വിധു പ്രസാദ്, കവിത ബാലൻ, സുബീഷ്, KP ഗ്രേസി മാത്യു മംഗലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പ്രത്യേക തിരഞ്ഞെടുപ്പ് പരിപാടി പൂരം പൊടിപൂരം തദ്ദേശം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി 3 മുന്നണികളും രംഗത്തുണ്ട്. KCV ന്യൂസ് പ്രത്യേക തിരഞ്ഞെടുപ്പ് പരിപാടി പൂരം പൊടിപൂരം തദ്ദേശം ഇന്ന് എത്തി നിൽക്കുന്നത് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലാണ്. പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. തദ്ദേശപൂരം കൊട്ടിക്കയറുകയാണ്. ചമ്പക്കുളം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും പ്രതീക്ഷകളുമായി LDF, UDF, NDA നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നു. LDFിന്റെ ചമ്പക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയും CPMന്റെ ചമ്പക്കുളം പഞ്ചായത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. AD കുഞ്ഞച്ചനും രജനി അജിത് കുമാർ. ഞങ്ങളൊരു തുടർഭരണം പ്രതീക്ഷിക്കുകയാണ്. ചമ്പക്കുളം പഞ്ചായത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു തുടർഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ തുടർച്ചയായി UDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം LDFനെ അഭിമാനത്തോടു കൂടി തന്നെ ചമ്പക്കുളം പഞ്ചായത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചത്. അതിനോട് 100% നീതി പുലർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പഞ്ചായത്തിൻ്റെ ഭരണത്തിലൂടെ മാത്രം ഏതാണ്ട് 57 കോടി രൂപ 57,25,00,000 രൂപയുടെ വികസന പ്രവർത്തനം വിവിധ മേഖലകളിലായിട്ട് ചമ്പക്കുളം പഞ്ചായത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പഞ്ചായത്തിൻ്റെ മാത്രം പ്രവർത്തനത്തിലൂടെയാണ്. പഞ്ചായത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി MLA ഫണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ നമുക്ക് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി വികസന പ്രവർത്തനം, കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഇതിനകം ചമ്പക്കുളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണം ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. CPMന്റെ ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന അരുൺകുമാർ ഇപ്പം മത്സര രംഗത്തുണ്ട്. ആ സ്ഥാനത്തേക്കാണ് താങ്കൾ വന്നത്. അപ്പൊ എന്താണ് വികസന കാഴ്ചപ്പാട് ചമ്പക്കുളത്തെ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്? ഇന്ന് 15 വർഷം മുൻപ് ചമ്പക്കുളം പഞ്ചായത്ത് ഭരിച്ചിരുന്ന UDF ഭരണസമിതിയാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷം LDFന്റെ ഭരണസമിതി ഭരിച്ചപ്പോൾ വളരെയധികം വികസനങ്ങൾ നടത്താൻ സാധിച്ചു. അവർ 15 വർഷക്കാലം ചെയ്തതിൽ കൂടുതൽ വികസനങ്ങൾ ഈ 5 വർഷക്കാലം ചമ്പക്കുളം പഞ്ചായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. വികസന തുടർച്ചയ്ക്കും അഴിമതി രഹിതമായ ഒരു ഭരണത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വികസന തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. UDFന്റെ ചമ്പക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സൈറിഷ് ജോർജും DCC മെമ്പർ ക്യാപ്റ്റൻ ജോയിച്ചൻ ഒറ്റത്തേക്കലുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം സൈറിഷ് ജോർജിലേക്ക്. കഴിഞ്ഞ 15 വർഷം ഞങ്ങൾ അടുപ്പിച്ച് UDF ഭരിച്ച ഒരു പഞ്ചായത്തായിരുന്നു. അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നെടുമുടി പഞ്ചായത്ത് 1-ാം വാർഡിലുള്ള ഒരു മിനി കമ്പൻസേഷനും ഒരു മിനി ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അത് നെടുമുടി പഞ്ചായത്ത് നമ്മുടെ ഈ നെടുമുടി റോഡിന്റെ വികസനമായിട്ട് AC റോഡിന്റെ വികസനം വന്നപ്പോഴത്തേക്ക് ആ ഊരാളുങ്കൽ സൊസൈറ്റി ആ ബിൽഡിംഗ് പൊളിച്ചെറിയും പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ആ ഒരു കോമ്പൻസേഷൻ പോലും മേടിക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ അവിടെ അധികാരത്തിലുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പല സ്ഥലങ്ങൾ, അതായത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പുള്ള അവിടെ ബ്ലോക്ക് ജംഗ്ഷനിലെ ബഹുമാനപ്പെട്ട കുറുക്കൻ സുരേഷ് MP സംഭാവന ചെയ്ത ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ടായിരുന്നു. അതും ഈ റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അത് ഇപ്പോഴും അവിടുത്തെ ചെളിക്കുഴിക്കകത്ത് കിടപ്പാണ്, ആ കടകളിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ചമ്പക്കുളം പഞ്ചായത്ത് 9-ാം വാർഡിൽ പടപ്പുർക്ക് ക്ഷേത്രം സംഭാവനയായിട്ട് നൽകിയ സ്ഥലത്ത് കഴിഞ്ഞ ഭരണസമിതി ഒരു ബോർവെൽ കുഴിക്കുകയും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 6 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റി ഡെപ്പോസിറ്റ് ചെയ്തതാണ്. പക്ഷെ അത് ഞങ്ങൾ ഇറങ്ങിപ്പോയ പോലെ തന്നെ ഇപ്പോഴും കിടക്കണം. അതിനിപ്പോ ഒരു കണ്ടിന്യൂഷൻ വീണ്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ 471ഓളം തിരുവിളക്കുകളുണ്ടായിരുന്നു. ആ വിളക്കുകൾ ഒന്നും തന്നെ കത്തുന്നുമില്ല.
ഞങ്ങൾ വിവരാവകാശം വെച്ച് എടുത്തപ്പോഴത്തേക്ക് അവർ കറണ്ട് ചാർജായിട്ട് 90,000 രൂപ പഞ്ചായത്ത് നിന്ന് അടച്ചുകൊണ്ടിരിക്കുക. 4 RO പ്ലാന്റുകൾ നമ്മുടെ പഞ്ചായത്ത് കീഴിലുണ്ടായിരുന്നു. ഒന്ന് പള്ളിക്കൂട്ടുമേല്, ഒന്ന് നെടുമുടിയില്, ഒന്ന് കണ്ടങ്കരിയില്, ഒന്ന് ഗവൺമെന്റ് ആശുപത്രിയോടുള്ള ചമ്പക്കുളം. അവിടെ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ, നമ്മൾ ഈ 4 ഒന്ന് മാത്രമേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 3 പമ്പ് ഹൗസുകളും 6 പ്ലാന്റുകളും പ്രവർത്തനം ഇല്ലാതെ അടച്ചുപൂട്ടി കിടക്കുന്ന അവസ്ഥയിലാണ്. ഏതായാലും ഞങ്ങൾ ഇത്തോടെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ ടീം UDFന്റെ ഒരു മുന്നണി സംവിധാനത്തില് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി ഇവിടെ അധികാരത്തിൽ വരുന്നത് യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് 100% ഉറപ്പാണ് ഞങ്ങൾ ഇത്തവണ UDF വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ക്യാപ്റ്റൻ ജോയിച്ചൻ ഒറ്റത്തൈക്കൽ, അദ്ദേഹം DCC മെമ്പറാണ്, കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഈ LDFന്റെ ഭരണം കൊണ്ട് മാത്രം വലിയ പ്രവർത്തനങ്ങളില്ലാതെ ഞങ്ങൾക്ക് വൻ വിജയം നേടാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്ന് വേണ്ട, ഈ നാട്ടിലെ ഈ ചമ്പക്കുളത്തെ ഓരോ മുക്കും മൂലയിലും നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന് ശരിയായി നടന്നു പോകാനുള്ള വഴിയില്ല, ശരിയായ കുടിവെള്ളമില്ല. അങ്ങനെയുള്ള ഒത്തിരി യാതൊരുവിധ നിർജീവാവസ്ഥയിലുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷം ഇവിടെ ഉണ്ടായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ ഒരു ഭരണം ഈ പഞ്ചായത്തിലുണ്ടാവും. യാതൊരുവിധ തർക്കങ്ങളും ഇല്ലാതെ തന്നെ എല്ലാ 14 വാർഡിലും നല്ല ചെറുപ്പക്കാരും അറിവും പ്രാപ്തിയുമുള്ള മെമ്പർമാരെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രവർത്തനത്തിൽ ഒരു നല്ല ശതമാനം ഞങ്ങൾ മുന്നേറിക്കഴിഞ്ഞു. വലിയ സ്വീകരണമാണ് തരുന്നത്. കാരണം നഷ്ടപ്പെട്ടു പോയ 5 വർഷം വീണ്ടെടുക്കാനുള്ള ആർജവത്തോടു കൂടി ഞങ്ങൾ മുന്നേറുന്നു. അതിന്റെ സ്വീകരണം ഓരോ മുക്കും മൂലയിലും ഞങ്ങൾക്ക് തരുന്നു. ചമ്പക്കുളം പഞ്ചായത്തിലെ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കുന്ന കുടിവെള്ളമാണ്. എത്രയോ കാലങ്ങളായിട്ട് ഇവര് ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ഇരു മുന്നണികളും മാറിയും കയറിയും ഭരിച്ചിട്ട് ഇന്ന് ചോന നേരെ ശുദ്ധമായ വെള്ളം, അതാണ് ഞങ്ങൾ ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതിയൊക്കെയാണ് ഇപ്പൊ ഇറങ്ങിപ്പോയിരിക്കുന്നത്. BJPയുടെ ഭരണം ഈ പഞ്ചായത്തിൽ ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക. ഏതൊക്കെ വാർഡുകളിൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 13 വാർഡിലും സാധ്യതയുണ്ട്. പുല്ലങ്ങടി പോലുള്ള സ്ഥലം നമുക്കറിയാം, ഒരു 2 ടേമായിട്ട് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 2 വർഷത്തെയും 2 ടേമിലെയും അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. ഞാൻ എല്ലാ വാർഡുകളിലും ഈ സമ്പർക്കമായിട്ട് ഞാൻ പോകുമ്പോൾ പറയും, നിങ്ങൾ ഒന്ന് ജസ്റ്റ് അവിടെ പുല്ലങ്ങടി വന്ന് ആ വാർഡ് വികസനം ഒന്ന് കാണാൻ പറയും. അവിടുത്തെ റോഡുകൾ 24 മണിക്കൂറും കുടിവെള്ളം, പിന്നെ റോഡിന്റെ വികസനങ്ങളെ, ഒരു റോഡ് പോലും മോശമല്ല. എല്ലാ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് റോഡുകളെല്ലാം വൃത്തിയാക്കിയിരിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുകയാണ്. അതുപോലെ അവിടുത്തെ ജലാശയങ്ങൾ, ഇടത്തോടുകൾ, മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇടത്തോടുകളെല്ലാം നല്ല രീതിയിൽ അവർ അത് ക്ലീൻ ചെയ്ത് ആഴം കൂട്ടി ചെയ്തിരിക്കുക, വർക്കുകളൊക്കെ ചെയ്തിരിക്കുകയാണ്. പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നാൽ ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ തെരുവ് നായ ശല്യം ഏറ്റവും വലിയ പ്രശ്നമാണ്. തെരുവ് നായ്ക്കൾ കണ്ടമാനം വർദ്ധിച്ചിട്ട് ഈ പറയുന്ന ഇപ്പം നിലവിലുള്ള സംവിധാനങ്ങളൊന്നും പര്യാപ്തമല്ല. അത് ഈ കുറെ എണ്ണത്തിനെ പിടിക്കുന്നു, കുറെ എണ്ണത്തിനെ ഇഞ്ചക്ഷൻ ചെയ്യപ്പെടുന്നു, അതൊന്നും അല്ല പരിഹാരം. ശരിക്കും പറയുവാണെങ്കിൽ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം തന്നെ വേണം. അല്ലാതെ ഇങ്ങനെ തട്ടിമുട്ടിയുള്ള പരിപാടികളല്ല വേണ്ടത്. അതിന് നിർബന്ധമായിട്ടും തെരുവ് നായ്ക്കളെ അവരുടെ വംശ ഉന്മൂലനം ചെയ്തില്ലേ. നിയമങ്ങളൊക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുതോടുകൾ മുഴുവൻ അവയെല്ലാം പോള പിടിച്ച് യാത്രായോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്നു. അതിനൊന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പുതിയ ഭരണസമിതിയെങ്കിലും വന്നാൽ അതിലൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ചെറിയ റോഡുകളാണെങ്കിലും വലിയ റോഡുകളാണെങ്കിലും അതിന്റെ സൈഡുകളിലെല്ലാം പുല്ല് പിടിച്ച് വളർന്ന് അങ്ങ് കിടക്കുക. അതൊന്നും വെട്ടിമാറ്റാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും മാറ്റിക്കളയാനോ യാതൊരുവിധ നിലവിലൊരു സംവിധാനമില്ല. അതൊക്കെ തൊഴിലുറപ്പ് സംഘങ്ങളെ കൊണ്ട് അവരെ ഏകോപിപ്പിച്ച് അവരുടെ ഏത് സംവിധാനത്തിലാണല്ലോ അതൊക്കെ നാടിന് നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നത്. അല്ലാതെ സ്വകാര്യ വ്യക്തികളുടെ വലിയ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൊക്കെ അവരുടെ പറമ്പിന്റെ കരോടെ രസീത് മേടിച്ചിട്ട് തൊഴിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയല്ല. അതൊന്നും ശരിയായ രീതിയല്ല. അത് ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് ആദ്യമേ പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും ഇപ്പം ഏതാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് മിന്നി തെളിഞ്ഞിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെ ആയിരിക്കരുത്.
ഇതൊക്കെ നല്ല നല്ല കമ്പനികളെ കൊണ്ട് കൊട്ടേഷൻ പിന്നെ വെക്കാതിരിക്കാൻ നല്ല പിന്നെ നിലവാരമുള്ള സാധനങ്ങൾ ലൈറ്റുകൾ പിന്നെ സെറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാ കാലത്തും ഒരു കാലത്തും പോകാതെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ മേടിക്കുന്നൊക്കെ എത്രയോ കാലങ്ങൾ കിടക്കുന്നു. ഇതൊക്കെ തെരുവിലെയൊക്കെ ഷീലറ്റുകളൊക്കെ 1-2 മാസം കഴിയുമ്പോൾ കണ്ണടയ്ക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ വേറെ ഏത് രീതിയിലാണെങ്കിലും അതൊക്കെ നിർത്തലാക്കണം. അങ്ങനെയെങ്കിലും അത് മാത്രമേ പഞ്ചായത്ത് ഭരണം ശരിയായി കൊണ്ടുപോകുന്ന അങ്ങനെയെങ്കിലും അടുത്ത ഭരണസമിതിയെങ്കിലും കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ വേണം താനും. തെരുവ് വിളക്ക്, തെരുവുനായ ശല്യം, നാട്ടുവഴികളുടെ നവീകരണം തുടങ്ങി പ്രത്യക്ഷത്തിൽ ചെറുതെന്ന് തോന്നാവുന്ന വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ചർച്ചയാവുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ നിന്നും ഇതിനൊക്കെയുള്ള പരിഹാരമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതുണ്ടാവട്ടെ. ക്യാമറമാൻ ജിമ്മിച്ചിനൊപ്പം PR വിനോദ്, KCV ന്യൂസ്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം 2 ആഴ്ച പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 12 ലക്ഷത്തിലേക്ക്. 11,89,088 തീർത്ഥാടകരാണ് നവംബർ 16 മുതൽ നവംബർ 29 വരെ ദർശനം നടത്തിയത്. ശനിയാഴ്ച താരതമ്യേന തിരക്ക് കുറവായിരുന്നു. പുലർച്ചെ 12 മുതൽ വൈകിട്ട് 7 വരെ 61,190 പേർ മല കയറി. സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ അയ്യപ്പ സവിധം വിട്ടിറങ്ങുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ടാൽ അധിക നേരം കാത്തുനിൽക്കാതെ തന്നെ എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. ശബരിമലയിൽ NDRF സംഘത്തെ നയിക്കാൻ പത്തനംതിട്ട സ്വദേശി ഡോക്ടർ അർജുൻ. പത്തനംതിട്ട വലംചുഴി സ്വദേശിയായ NDRF ആരക്കോണം 4ാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് ഡോക്ടർ A അർജുനാണ് ചാർജ് എടുത്തത്. നേരത്തെ അതിർത്തി രക്ഷാസേനയിലായിരുന്ന അർജുന് ആദ്യമായാണ് ശബരിമലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണം. എൻ്റെ പേര് ഡോക്ടർ അർജുൻ. ഞാൻ 4th ബറ്റാലിയൻ NDRFിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ ബറ്റാലിയൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈ ആരക്കോണമിലാണ്. അവർ നമ്മുടെ സീനിയർ കമാൻഡന്റ് അഖിലേഷ് കുമാർ സാറാണ് എന്നെ ഇങ്ങോട്ട് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓവറോൾ നമ്മുടെ സൂപ്പർവൈസറി റോളിലേക്കാണ് വന്നിരിക്കുന്നത്. പ്രിപ്പറേഷൻസ് നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പൂർത്തിയാക്കിയത്. സന്നിധാനത്ത് 41 പേരും പമ്പയിൽ 40 പേരുമായി ആകെ 81 NDRF സേനയാണ് ശബരിമലയിൽ ഉള്ളത്. ദുരന്ത പ്രതിരോധത്തിന്റെ ചുമതലയുള്ള NDRF സംഘം സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന തീർത്ഥാടകരെ ഉടൻ സ്ട്രക്ചറിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ചെയ്യുന്നത്. പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാരുടെ കാര്യത്തിലും ഇത്തരത്തിൽ ജാഗ്രത പുലർത്തുന്നു. ഇതിനകം 60 പേരെ ക്ഷണം നേരം കൊണ്ട് സ്ട്രക്ചറിൽ എത്തിച്ച് വൈദ്യസഹായം ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ച് നിലവറ ദീപം തെളിഞ്ഞു. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി മൂലക്കുടുംബ ക്ഷേത്രത്തിലെ നിലവറയിൽ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് നിലവറ ദീപത്തിൽ നിന്ന് പകർന്നെടുത്ത ദീപം ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്ര ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ ആട്ടവിളക്കിലേക്ക് പകർന്നു. നിലവറ ദീപം കൊടിമര ചുവട്ടിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. തുടർന്ന് പൊങ്കാല വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. രമേശ് ഇളമൺ നമ്പൂതിരി, മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാല ഡിസംബർ 4-നാണ് നടക്കുക. പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർന്നു. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കിടാവിളക്കിൽ നിന്ന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും. തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റി പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പ്രജ്വലിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. ചങ്ങനാശ്ശേരി അതിരൂപത ദ്വിതീയ പിതൃവേദി റൂബി ജൂബിലി സ്മാരക പുരസ്കാര വിതരണം നടന്നു. അതിരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിങ്ങോർ ആന്റണി ഏത്തക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു.
മങ്കൊമ്പ് തെക്കേക്കര സെന്റ് ജോൺസ് പള്ളിയിൽ നടന്ന പിതൃവേദിയുടെ 42ാം ജന്മദിന സമ്മേളനത്തിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി എത്തക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബത്തിലൊരു ആത്മവിശ്വാസമായിരുന്നു. അച്ഛൻ കുറച്ചു നാളിങ്ങനെ തളർന്ന് കിടന്നാലും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ദൈവം വിളിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിതാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അവർ അനുഭവിക്കുന്ന അസ്വസ്ഥതകളും ഭയപ്പാടുകളും ആകുലതകളും ഒക്കെ അവർ പങ്കുവച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരപ്പൻ ഒരു കുടുംബത്തിലുള്ളത് മക്കൾക്കും കുടുംബനാഥയ്ക്കും ജീവിത പങ്കാളിക്കും അതുപോലെ മാതാപിതാക്കളും ഒക്കെ വലിയ ധൈര്യത്തിന്റെ ഒരു സ്രോതസ്സാണ്. അവർക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു അനുഭവമാണ് നിങ്ങളുടെ സാന്നിധ്യം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇത്രയും വർഷക്കാലം നൽകിയ ഈ ഒരു ആത്മ പ്രചോദനം, ഈ ഒരു ധൈര്യം, ഈ ഒരു സുരക്ഷിതത്വം, അപ്പൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള ഈ സുരക്ഷിതത്വം നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകി അവരെ പരിപാലിക്കുന്നതിലാണ് നിങ്ങൾക്ക് അഭിനന്ദനവും പ്രശംസയും നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിരൂപത പിതൃവേദി പ്രസിഡന്റ് റോയ് കപ്പാങ്കൽ അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തനത്തിന് മാത്യു പോൾ, കൃഷിക്ക് KC വർഗീസ്, ആതുര സേവനത്തിന് ബ്രദർ ജോജി തോമസ്, കലാകായിക രംഗത്ത് ജോജോ തോമസ് എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. KCBC ഫാമിലി കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. മാതൃവേദി പിതൃവേദി ചമ്പക്കുളം ഫൊറോന ഡയറക്ടർ ഫാദർ ടിജോ പതാലിൽ, ഫാദർ ക്രിസ്റ്റി കൂട്ടുമേൽ, സിസ്റ്റർ ലിൻസ് മേരി തിരുനിലം SABS, പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി, അഡ്വക്കേറ്റ് മാത്യൂസ് M പുത്തൂർ, പിതൃവേദി അതിരൂപത സെക്രട്ടറി സോജൻ സെബാസ്റ്റ്യൻ കണ്ണന്തറ, മാതൃവേദി പിതൃവേദി ചമ്പക്കുളം ഫൊറോന അനിമേറ്റർ സിസ്റ്റർ ജിസ് മരിയ FCC, മാതൃവേദി പിതൃവേദി അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് 6ാം ദിവസമായ ഞായറാഴ്ച കുചേലഗതി നടന്നു. ഡിസംബർ 1-ന് അവഭൃത സ്നാനത്തോടെ സപ്താഹം സമാപിക്കും. കൃഷ്ണ പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചാണ് 6ാം ദിവസമായ ഞായറാഴ്ച കുചേലഗതി നടന്നത്. തുടർന്ന് യജ്ഞശാലയിൽ സന്താന ഗോപാല മന്ത്രാർച്ചന, സന്താനലബ്ധിക്കായി ചെറുപയർ പറ സമർപ്പണം എന്നിവ നടന്നു. ഡിസംബർ 1-ന് അവഭൃത സ്നാനത്തോടെ സപ്താഹയജ്ഞം സമാപിക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയെന്ന് രമേശ് ചെന്നിത്തല MLA. കുട്ടനാട് പാക്കേജിലൂടെ കാർഷിക മേഖലയ്ക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നും ചെന്നിത്തല. വെള്ളപ്പൊക്കവും കുടിവെള്ളക്ഷാമവും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യണമെന്ന് AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നൈനാൻ തോമസ് മുളപ്പാമഠം.
ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. തീർത്ഥാടന കാലം 2 ആഴ്ച പിന്നിടുമ്പോൾ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 12 ലക്ഷത്തിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.